കർത്താവിൻ്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ നിങ്ങളോടെല്ലാവരോടും കൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന ബഥേൽ ഇൻ്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ച്, അതിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ ഷാജു ഷോമേൽ കുടുംബം, അതോടൊപ്പം തന്നെ മറ്റ് അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യട്ടെ. ഒത്തിരി ഹൃദയടുപ്പമുള്ള സ്നേഹമുള്ള ദൈവമക്കളിൽ പലരെയും ഈ സന്ധ്യയിലും കാണുന്നതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഈ വർഷാവസാനത്തിൽ ദൈവം പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവർത്തിക്ക് സ്വർഗം കാരണമാക്കി തീർക്കട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ദിവസമേ തുടരാം. ഈ സന്ധ്യയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട ഒരു തിരുവചന ഭാഗം വളരെ വേഗം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അതിനാധാരമായിട്ട് നമ്മൾ വായിക്കുന്ന വാക്യം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ മ്യൂട്ട് ഓൺ ചെയ്ത് ഒരാൾ വായിച്ചാൽ നന്നായിരിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. യഹോവയുടെ ദാസനായ മോശ മരിച്ചു. മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവയെ ദൈവം വിളിച്ചേച്ച് യോശുവയോട് ദൈവം പറയുന്ന ഏറ്റവും ശക്തമേറിയ ഒരു കമാൻഡ്, ഒരു കൽപ്പനയാണ് നമ്മൾ വായിച്ചത്. നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുകയും. സ്തോത്രം. മലയാളത്തിൽ പുറപ്പെട്ടു പോകുകയും എന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അറൈസ് ആൻഡ് ഗോ, എഴുന്നേറ്റ് പുറപ്പെടുക. സ്തോത്രം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അറൈസ്, എഴുന്നേൽക്കുക. 2, ക്രോസ് ഓവർ, കടക്കുക. 3, ടേക്ക് ഇറ്റ്, അവകാശമാക്കുക. സ്തോത്രം. എഴുന്നേൽക്കുക, കടക്കുക, അവകാശമാക്കുക. 40 വർഷത്തെ മരുഭൂവാസത്തിന് ശേഷം ഒരുക്കപ്പെട്ട അവകാശത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും ശക്തമേറിയൊരു നിർദ്ദേശം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായം വരെ നീണ്ടുനിന്ന മോശയുടെ ഒരു ശുശ്രൂഷാകാലം. അതിനുശേഷം മോശ മരിക്കുക. മോശ അവർക്ക് നിയമങ്ങളെ സമ്മാനിച്ചു. മരുഭൂമിയിൽ ഒരു വലിയ ഒരുക്കത്തിലേക്ക് മോശ വരെ നയിച്ചു. എന്നാൽ യോശുവയോട് ദൈവം പറയുക, നീ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിലേക്ക് കടക്കുക. അതും വെറുതെ കടക്കുക എന്നല്ല, എഴുന്നേറ്റ് കടക്കുക. ഈ ചർച്ചിനോട് എനിക്ക് ഈ സന്ധ്യയിൽ ആത്മാവിൽ പറയാനുള്ള ദൂത് ഇത്രയേ ഉള്ളൂ: എഴുന്നേൽക്കുക, കടക്കുക. ചിലതിനെ കടക്കുക, ചിലതിനെ കൈവശമാക്കുക. ആരോടാ ശരിക്കും എഴുന്നേക്കാൻ പറയണ്ടേ? ആരോടാ പറയണ്ടേ? അത് തന്നെ, ആരാണോ ഇരിക്കുന്നത് അവരോടാ പറയേണ്ടത് എഴുന്നേക്കാൻ, അല്ലേ? ഈ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഇരുന്നു പോകാം. സ്തോത്രം. വിദ്യാഭ്യാസത്തിൽ ഇരുന്നു പോയ മനുഷ്യരുണ്ട്. സാമ്പത്തികത്തിൽ ഇരുന്നു പോയ മനുഷ്യരുണ്ട്. ആരോഗ്യത്തിൽ ഇരുന്നു പോയ മനുഷ്യരുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ എന്ത് ചെയ്തു പോകാം? ഇരുന്നു പോകാം. ശരിയല്ല ഞാൻ പറയുന്നത്?
ഒരു രോഗം കയറി വന്നാൽ ഇരുന്നു പോകും. അപ്രതീക്ഷിതമായി കയറി വരുന്ന ഒരു മരണം ചില മനുഷ്യരെ ഇരുത്തിക്കളയും. പ്രതീക്ഷിക്കാതെ കണക്കൂട്ടൽ തെറ്റിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന ഏത് പ്രതിസന്ധിയും ഇരുത്തിക്കളയും. ഇവിടെ യോശുവ ഇരുന്നു പോയി. മോശയുടെ മരണമാ കാരണം. ഇതുപോലെ ഇരുന്നു പോയ പല മനുഷ്യരും ബൈബിളിലുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം, ഇതേപോലൊരു അധ്യായം. അവിടെയും ദൈവം യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 35 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സെയിം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. 35 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താ ദൈവം പറയുന്നത്? അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കാം. ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്, അറൈസ് ആൻഡ് ഗോ. നീ എഴുന്നേറ്റ് പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് എന്ത് ചെയ്യുക? പാർക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം? യാക്കോബ് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇരുന്നു പോയി. ഈ നാട്ടില് നിങ്ങൾക്കൊരു ഓർമ്മയുള്ള ഒരു പത്രം, മലയാള മനോരമ പത്രം അല്ലേ, ഒരു നൊസ്റ്റാൾജിയ പോലെ. ശരിക്കും അതിനകത്ത് സൺഡേ സപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു പക്തിയുണ്ട്. അവിടെയാണ് ഈ പ്രപ്പോസൽസിന്റെ എല്ലാ അഡ്വർടൈസ്മെന്റ് വരുന്നത്. അതിനകത്ത് ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, തൻ്റേതല്ലാത്ത കാരണത്താൽ ഡിവോഴ്സ്ഡ് ആയ ആൾ സെക്കൻഡ് മാരേജിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൊടുക്കുന്ന ഒരു പത്രപരസ്യ, തൻ്റേതല്ലാത്ത കാരണത്താൽ. സത്യത്തിൽ യാക്കോബും തൻ്റേതല്ലാത്ത കാരണത്താൽ ഇരുന്നു പോയൊരു മനുഷ്യനാണ്. എവിടെ യഥാർത്ഥത്തിൽ അത് ആരംഭിക്കുന്നത്? ഉൽപ്പത്തി 28:10 അല്ലേ? ബർഷേബയിൽ നിന്ന് പുറപ്പെടുക ഹാരാനിലേക്ക്. ആ പോക്കിന് അവനൊരു കാരണമല്ല, അമ്മയുടെ ഒരു ചെറിയ ബുദ്ധിയാണ് അല്ലേ, അമ്മയുടെ ഒരു കുരുട്ടുബുദ്ധി എന്ന് വേണേൽ പറയാം. ഞാൻ അതുകൊണ്ട് ഈ അമ്മമാരോടെല്ലാം പറയാറുണ്ട്, മക്കളെയൊക്കെ ഒരുപോലെ സ്നേഹിക്കാവുള്ളൂ. ഒരാളോട് ഇച്ചിരി കൂടുതൽ സ്നേഹവും ഒരാളോട് ഇച്ചിരി കുറച്ച് സ്നേഹവും, പിന്നെ ഒരാൾക്ക് നെയ്മീൻ്റെ ഇടക്കഷ്ണവും ഒരാൾക്ക് വാലും വേറൊരാൾക്ക് തലയൊന്നും കൊടുക്കരുത്. ഈ പ്രാവശ്യം ഒരുത്തിന് തല കൊടുത്താൽ അടുത്ത പ്രാവശ്യം അവന് വാല് തന്നെ കൊടുക്കണം. എല്ലാവരെയും ഒരുപോലെ എന്ത് ചെയ്യാവുള്ളൂ? സ്നേഹിക്കാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ പിന്നെ ഓപ്ഷനുണ്ട്. അമ്മ പറയാ, എടാ സാരമില്ല, നീ ജനിച്ചു വളർന്ന വീട് നിനക്ക് പോയാലും കുഴപ്പമില്ല, എൻ്റെ ആങ്ങളയുടെ വീട്, ഞാൻ ജനിച്ചു വളർന്ന വീട്. ഈ ചില അമ്മമാരുടെ ഒരു വേറൊരു പ്രശ്നമായത്, അവർ കെട്ടി വന്ന വീട് അവർക്കൊരു വിഷയമേ അല്ല. അവരെന്നാ പറഞ്ഞാലും അവരുടെ ഏറ്റവും വലിയ വിഷയം അവർ വളർന്നു വന്ന വീട്. അന്നേരം അവിടെ ഇങ്ങനെ കോളറൊക്കെ ഇങ്ങനെ പൊക്കി നിൽക്കുക, എൻ്റെ ആങ്ങളയുടെ വീട്, നീ അവിടെ ചെല്ല്, പൊന്നുപോലെ നിന്നെ എന്ത് ചെയ്തോളൂ? നോക്കിക്കോളും. ഈ കൊച്ചനും ഭയങ്കര ആവേശമായിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഈ അമ്മ വീടെന്ന് കേട്ട ആർക്ക് ആവേശം വരാത്തെ? അമ്മ വീട്ടിൽ പോകാത്ത ആരിലും ഇവിടെ ഇരിപ്പുണ്ടോ? അമ്മ വീടെന്ന് കേട്ടാൽ നമുക്കൊരു 20 വയസ്സൂടെ കുറയും അല്ലേ? കാര്യം വല്ലപ്പോഴൊക്കെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായി എന്തെങ്കിലുമൊക്കെ തരും. നിങ്ങളാരും പോയിട്ടില്ലേ? അമ്മ വീട്ടിൽ പോകാത്തവരാണോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ വീട് പോയപ്പോൾ അവനൊരു വലിയ ആവേശമാണ്. ഏതായാലും വേറെ എങ്ങോട്ടും അല്ലല്ലോ പോന്നേ, അമ്മയുടെ വീട്ടിലോട്ടല്ലേ പോന്നേ. അങ്ങനെ അമ്മ വീട്ടിൽ പോയി. അമ്മ വീട്ടിൽ ചെന്നു, പാർത്തു. ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മാച്ചൻ്റെ തനി സ്വഭാവം വെളിപ്പെട്ടു. എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു വാക്യം അത്. ഉൽപ്പത്തി 31:55. ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് അല്ലേ? ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് കണ്ടോർക്കെല്ലാം ഉമ്മ കൊടുത്ത് ഈ പിള്ളേരെ എല്ലാം ഉമ്മ കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പൊ യാക്കോബിന് മനസ്സിലായി, ഇപ്പൊ അപ്പൻ്റെ വീട് പോയി, പിന്നെന്തുവാ? പ്രിയപ്പെട്ടവരെ, അമ്മയുടെയും വീട് പോയി. അന്നേരം പുള്ളി ഓർത്ത്, എന്നാ പിന്നെ ഇനിയും ആരുടെ കാല് പിടിക്കുന്നില്ല, സ്വന്തമായിട്ട് ഒരെണ്ണം എന്ത് ചെയ്തേക്കാം? മേടിച്ചേക്കാം.
അങ്ങനെ സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കുക. ആണോ? ആന്നു. എവിടാ? ഉൽപ്പത്തി 33:18 ഒന്ന് വായിച്ചു നോക്കിക്കേ. ഉൽപ്പത്തി 33:18. യാക്കോബ് 33. ആ യാക്കോബ് പദനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. ഉണ്ടോ? ചെറിയ വില കൊടുത്തൊന്നുമല്ല. നമ്മൾ ചർച്ച മേടിച്ച പോലെ നല്ല കാശ് കൊടുത്ത് തന്നെ മേടിച്ചു. അല്ലെങ്കിൽ മേടിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും മൂലയ്ക്കൊന്നും മേടിക്കരുത്. നല്ല വില കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം? മേടിക്കണം. നമ്മുടെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമല്ലേ. ഇന്ന് മേടിച്ചതുപോലല്ല, ഇതിനെക്കാട്ടി ശ്രേഷ്ഠമായിട്ട് ഇനിയും നിങ്ങൾ ഒരു 5-6 കൂടെ മേടിച്ചിട്ട് വേണം എനിക്കൊന്ന് വന്ന് കാണാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ സ്വന്തമായിട്ട് മേടിച്ചു. എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് അത് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം ആ പെങ്കൊച്ച് പുള്ളിയുടെ മോള് ഒരു ടൂറിന് പോയി. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്, അപ്പനും അമ്മയും എവിടെ കൊണ്ടുപോയാലും പിള്ളേർക്കത് ടൂറല്ല. ഞങ്ങളുടെ പിള്ളേരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ലോകം മുഴുവൻ ഞങ്ങളുടെ കൂടെ വന്നാലും അവർക്കത് ടൂറല്ല. ടൂറാകണമെങ്കിൽ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണം? പോകണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ മക്കളോടൊക്കെ ഞാൻ പറയാം, ആവശ്യമില്ലാത്ത ടൂറ് പോകരുത്. പോവുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ എന്ത് ചെയ്യാവുള്ളൂ? പോകാവുള്ളൂ. ഈ അങ്ങനെ ആ ടൂറ് പോക്ക് അവസാനിച്ചത് ഉൽപ്പത്തി 34. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 2 പേരുടെ കൊലപാതകത്തിലാണ് അല്ലേ? അതും വല്ല നാട്ടിലും ചെന്നേച്ച് ആ നാട്ടുകാരെ വഴക്കുണ്ടാക്കാൻ ചെന്ന അവർ വെച്ചേക്കൂ. വരത്തം വന്നേച്ച് അവരോട് വഴക്കുണ്ടാക്കാൻ ചെന്നാൽ അവർ സമ്മതിക്കുമോ? എൻ്റെ ദൈവമേ, യാക്കോബ് ഇരുന്നു പോയി. കാര്യം പുള്ളിക്കിപ്പം മനസ്സിലായി. അപ്പൻ്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി, സ്വന്തമായിട്ട് അധ്വാനിച്ചതും എന്ത് ചെയ്തു? പോയി. ജീവിതത്തിൽ ഇരുന്നു പോയി. അങ്ങനെ ഇരുന്നു പോയൊരു മനുഷ്യനെ ദൈവം വിളിച്ചു പറയാ, എടാ കുഞ്ഞെ, എഴുന്നേക്കടാ. എന്തിനാടാ നീ ഇരിക്കുന്നത്? ഇന്നേക്ക് 20 വർഷം മുമ്പ് നിന്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പം ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ട ഒരു വീട് ഇപ്പോഴും ബദലിൽ കിടപ്പുണ്ട്. നീ അങ്ങോട്ട് വാ. ഇരുന്നു പോയ നിനക്ക് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കുന്ന ഒരു വീട്. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഇരുന്നു പോയ മനുഷ്യർ ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിട്ടിരിക്കുന്ന ഒരു വീടുണ്ട് ദൈവമേ. നീ ഒന്ന് എഴുന്നേക്ക്. നിന്നെ സ്വർഗം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരത്തിലെ നന്മ കാണാൻ പറ്റാതെ ജീവിതത്തിൽ താഴ്ച മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവളോട് തന്നെ പറയുകയാ, എൻ്റെ ഈ കണ്ണുകൾ താഴ്ച മാത്രം കാണാൻ വിധിക്കപ്പെട്ട കണ്ണ. എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റത്തില്ല, എനിക്ക് ഉയരത്തിലുള്ളത് കാണാൻ പറ്റത്തില്ല, എനിക്കൊരു നല്ല സ്വപ്നം കാണാൻ പറ്റത്തില്ല. താഴ്ച കാണാൻ മാത്രം വിധിക്കപ്പെട്ടവളാ ഞാൻ. ഇല്ല, നീ താഴ്ച കാണാൻ വിധിക്കപ്പെട്ടവളല്ല. നിന്റെ കൂനിനെ ദൈവം ഇന്ന് രാത്രി ശാസിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ഞാൻ നിന്നെ നോക്കി ആത്മാവി പ്രവചിക്കുക. ഇന്ന് വരെ താഴ്ച കണ്ട നിന്നെ ദൈവം ഇന്ന് അഭിഷേകം ചെയ്യും. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ദൈവം നിന്നെ നിവരെ നിർത്തും. ഉയരത്തിലേത് കാണാൻ നിന്റെ കണ്ണുകളെ ദൈവം പ്രാപ്തമാക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി നീ താഴ്ച കാണത്തില്ല. ഇനി നീ കൂനി നടക്കണ്ട. പറ, എൻ്റെ കണ്ണ് താഴ്ച കാണാനുള്ള കണ്ണല്ല. 2025 അവസാനിക്കുമ്പോൾ ഒത്തിരി താഴ്ചകൾ ഞാൻ ജീവിതത്തിൽ കണ്ടു, പക്ഷെ ഇനിയും ഞാൻ അത് കാണത്തില്ല. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ വീണവരെ എഴുന്നേൽപ്പിക്കുന്നു. ശംധാന റബൽ കടക. ഈ രാത്രി വിശ്വസിക്ക്. എനിക്ക് ഭയങ്കര ഒരു ആത്മനിയോഗമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി തന്നെ
ഇരുന്നു പോയ നിന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവം നിന്നെ തൊടും, ദൈവം നിന്നെ തൊടും, ദൈവം നിന്റെ തലമുറയെ തൊടും, സഭയെ തൊടും, ശുശ്രൂഷയെ തൊടും. ഏലിയാവെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. വെല്ലോന്റെ വാക്ക് കേട്ട് നീ ഇരുന്നു പോകാതെ എഴുന്നേക്ക്. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ശബന രകൽക്കടക. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചു. ശക്തമേറിയ ഒരു ആത്മനിയോഗം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. ഇരുന്നു പോയ നിന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവാ. സ്തോത്രം. യോശുവ യഥാർത്ഥത്തിൽ ഇരുന്നു പോയ മനുഷ്യനാണ്. യോശുവ ഇരുന്നു പോയി എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു അർത്ഥതലമുണ്ട്. യോശുവയുടെ കുടുംബം, ആ കുടുംബത്തിന്റെ ചരിത്രം, ഞാൻ ഈ റാന്നി എന്നുള്ള പാസ്റ്റർ ആയതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് ഈ ബന്ധം പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബന്ധം പറയുന്നതും ഇഷ്ടമാണ്, ബന്ധം പ്രസംഗിക്കുന്നതും ഇഷ്ടമാണ്. ഈ ഞാനിങ്ങനെ പല യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒക്കെ മിക്കവാറും ഒക്കെ ഈ യാത്രയിൽ കോൺഫറൻസിലും അവിടെ ഇവിടെ ഒക്കെ വരുന്ന ഒരാളാണ് ഈ ലോഡ്സൺ ആൻ്റണിയൊക്കെ, ആ പാട്ടുകാരൻ. അങ്ങനെ പുള്ളിയൊക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്നാൽ, ഇപ്പം ജർമ്മനിയിലെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന റാന്നിക്കാരാണെങ്കിൽ പിന്നെ എനിക്ക് 2 ദിവസം ബന്ധം പറയാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അന്നേരം എൻ്റെ കൂടെ ലോഡ്സൺ ഉണ്ട്. ലോഡ്സൺ റാന്നിക്കാരുടെ വല്ലതും തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറയും, നിങ്ങളിരുന്ന് വർത്താനം പറ, ഞാൻ കയറി പോവുക, കാര്യം എനിക്കിതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ. ഈ പ്രസംഗത്തിലാണെങ്കിൽ എനിക്ക് ഈ ബന്ധം പ്രസംഗിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. യോശുവ ഇരുന്നു പോയ മനുഷ്യനാണെന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പഠിക്കണം. 48 അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അബ്രഹാം വായിച്ചു. അപ്പൻ വലങ്കൈ എഫ്രീമിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രീമിന്റെ തലയിൽ നിന്ന് മനുഷ്യരുടെ തലയിലേക്ക് മാറ്റിവെപ്പാൻ പിടിച്ചു. യോസഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദിജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബ്രഹാം, ആ ജീനിയോളജി എന്ന് പറഞ്ഞേ, അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബ് ഏറ്റവും പ്രിയപ്പെട്ട മകൻ യോസഫ്. യോസഫിന് 2 മക്കള്. ആരൊക്കെയാ? മനശ്ശെ, എഫ്രീം. വല്യപ്പച്ചൻ്റെ അടുക്കെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക. സ്വാഭാവികമായിട്ടും മൂത്ത മകന്റെ തലയിലാ വലത്തെ കൈ വെക്കണ്ടേ. പക്ഷെ വല്യപ്പച്ചൻ എന്നാ എടുത്തെന്നറിയോ? ഇടത്ത് സൈഡിൽ നിന്ന ഇളയ കൊച്ചുമോന്റെ തലയിലോട്ട് ഈ കൈ വെച്ചു, വലത്തെ കൈ വെച്ചു. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന മൂത്ത കൊച്ചുമോന്റെ തലയിലോട്ട്, അഥവാ മനശ്ശയുടെ തലയിലോട്ട് ഇടത്തെ കൈ എന്ന് പറഞ്ഞാൽ കൈ പിണച്ചു വെച്ചു. ഈ കാൽവറി ക്രൂശിന്റെ ഒക്കെ ഒരു അടയാളമായത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കൈ പിണച്ചു വെച്ചു. എന്നിട്ട് അപ്പം യോസഫ് പറഞ്ഞു, അങ്ങനല്ല, നമ്മുടെ പതിവ് അതല്ല, ഇങ്ങനാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അന്നേരം യോസഫിനോട് അപ്പം പറഞ്ഞു, എനിക്കറിയാം മോനെ, മനസ്സ് വലിയ ജാതിയാവും, പക്ഷേ എഫ്രീം മനശ്ശയെക്കാട്ടിൽ ആരാകും? വലിയൊരു ജാതിയാവും. അപ്പം അപ്പന്റെ കൈവപ്പ് കിട്ടിയവനാ എഫ്രീം. വല്യപ്പന്റെ അനുഗ്രഹം. പക്ഷെ എൻ്റെ ചോദ്യം, മനുഷ്യൻ അനുഗ്രഹിച്ചാൽ അവസ്ഥ മാറുമോ? ഒന്ന് വായിച്ചു നോക്കിക്കേ, അവസ്ഥ മാറിയോന്ന്. ഞാൻ ഇനിയും പറയുന്ന ബന്ധം നിങ്ങളെല്ലാവരും എടുത്ത് വായിക്കണം. 1 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 20 മുതലുള്ള വാക്യമാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 20 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. എഫ്രീമിന്റെ കുടുംബത്തിന്റെ ചരിത്രം പറയാൻ പോവാ. എഫ്രീമിന്റെ പുത്രന്മാർ
ശൂതലേഹ് അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാത്ത്, അവന്റെ മകൻ ശൂതലഹ്, എസേർ, എലേദ. ഇവർ ആ ദേശവാസികളായ ഗദ്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നത് കൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രീം വായിച്ചു. അവരുടെ പിതാവായ എഫ്രീം ഏറെ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിൽ അനർത്ഥം ഭവിച്ചത് കൊണ്ട് അവന് ബെരിയാവ് എന്ന് പേര് വിളിച്ചു. മതി. അനിൽ ബ്രദർ അത് നന്നായിട്ട് വായിച്ചു. സാധാരണ പലരും അവിടെ മലയാളം വായിക്കാൻ അറിയാവുന്നവരൊക്കെ ഇട്ട് കറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വായിച്ചതിൽ നിന്ന് എല്ലാവരും വായിച്ചല്ലോ. വായിച്ചതിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുക. എഫ്രൈമിന് എത്ര പിള്ളേരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയിപ്പം തപ്പണ്ട, ഇനിയിപ്പം ഇങ്ങോട്ട് നോക്ക. ഞാൻ പറയാം. തെറ്റാണെങ്കിൽ പാസ്റ്റർ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്, ഫോണിൽ വിളിക്കേണ്ട, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി തെറ്റാണെന്നും പറഞ്ഞു. ഇനി തപ്പരുതേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. എഫ്രീമിന് 4 മക്കൾ. ആരൊക്കെയാ? ഒന്നാമത്തവൻ്റെ പേര് ശൂതേലഹ്, രണ്ടാമത്തവൻ്റെ പേര് ഏസർ, മൂന്നാമത്തവൻ്റെ പേര് എലേഥ, നാലാമത്തവൻ്റെ പേര് ബെരിയാവ്. ഒന്നുകൂടെ പറഞ്ഞേ. ശൂതേലഹ്, ഏസർ, എലേഥ, ബെരിയാവ്. പിന്നെ നവാസ്ട്രൈ ശൂതേലഹ് കഴിഞ്ഞ് പിന്നെ കുറേ എണ്ണം, അത് ഞാൻ പറയാം. ശൂതേലഹ് എന്ന് പറയുന്നത് എഫ്രീമിൻ്റെ മൂത്ത മോന. ശൂതേലഹിൻ്റെ മക്കളുടെ പേരാണ് പിന്നെ എഴുതിയിരിക്കുന്നത്. ശൂതേലഹ്, ബേരദ്, തഹത്ത്, എലേദ, തഹത്ത്, സാബത്, ശൂതേലഹ്. അപ്പം ഇത്ര ഓർത്താൽ മതി. ശൂതേലഹും 7 പിള്ളേരും. എഫ്രൈമിൻ്റെ മൂത്ത മോൻ ശൂതേലഹും അവൻ്റെ താഴെ വരുന്ന അവൻ്റെ മക്കളുടെ മക്കളായി 7 പേര്. ശൂതേലഹ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തവരുടെ പേരാണ് വായിച്ചത്. എന്തൊക്കെയാ? ഏസറും എലേഥയും. ഏസറും എലേഥയും എനിക്ക് തോന്നുന്നു ഒരു ടിൻസാന്ന് തോന്നുന്നു. അങ്ങനെ തെളിവൊന്നുമില്ല. പക്ഷേ രണ്ടുപേരുടെയും പേര് അടുപ്പിച്ച് വരുന്നു. അത് തന്നെയല്ല, എല്ലാ കുരുത്തക്കെടിനിയുമാർ ഒന്നിച്ചാ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ജോലി എന്തുവാ? ജോലി അതാ അല്ലറ ചില്ലറ മോഷണം, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഇപ്പം ഇവര് വലിയ ഹോൾസെയിൽ തലത്തിൽ ഒരു മോഷണത്തിന് പോയി. അത് ഗത്യരുടെ കന്നുകാലികളെ മോഷ്ടിക്കാൻ പോയി. അന്നേരം ഈ എവിടെയെങ്കിലും നിൽക്കുന്ന പശുവിനെ കണ്ട ഇവന്മാരെന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. അന്നേരം അങ്ങനെ ഗത്യരുടെ കന്നുകാലികളെ മോഷ്ടിക്കാൻ പോയി. ഗത്യർ അവരെ എന്ത് ചെയ്ത് കളഞ്ഞു? പറ, കൊന്നുകൾ. വല്യപ്പൻ തലയെ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വല്ല മാറ്റവും ഉണ്ടായോ? അൺഎക്സ്പെക്റ്റഡ് ലോസ്, വല്ലാതെ കയറി വന്ന മരണം. എഫ്രൈം എന്ത് ചെയ്തു പോയി? ഇരുന്നു പോയി. അവന്റെ സഹോദരന്മാർ എന്ത് ചെയ്യാൻ വന്നു? ആശ്വസിപ്പിക്കാൻ വന്നു. കൂട്ടത്തിൽ ആരും ഉണ്ട്? മനശ്ശയുണ്ട്. മനശ്ശയ്ക്ക് മലയാളിയുടെ ഒരു ചെറിയ സ്വഭാവയിലും കാണാതിരിക്കത്തില്ലല്ലോ. മനശ്ശ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ അന്നേ വിചാരിച്ചതാ. വല്യപ്പനെ വക്രിച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം പിടിച്ചു പറിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ, ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ഈ ട്രോമയ്ക്കകത്തുനിന്ന് എഫ്രീമിന് കയറി വരാൻ പറ്റുന്നില്ല. കുറേ നാൾ ദുഃഖിച്ചിരുന്നു, ഇരുന്നു പോയി. പ്രതീക്ഷയായിരുന്ന മക്കളാ, പക്ഷെ ഇരുന്നു പോയി. പിന്നെ തൻ്റെ ഭാര്യയുടെ അടുക്ക ചെന്നു. ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് പേരിട്ടു. എന്താ പേര്? ബെരിയാവ്. ബെരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം അനർത്ഥം. കണ്ടോ?
ആ പ്രതിസന്ധിക്കകത്തുനിന്ന് അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വീടിനെ എപ്പോഴോ ദൈവം സ്പർശിച്ചു. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂതിത, നിന്റെ പ്രതീക്ഷകളൊക്കെ എത്ര അസ്തമിച്ചതാണേലും നിന്റെ വീടിനെ ദൈവം അങ്ങോട്ട് തൊടാൻ തുടങ്ങിയാണല്ലോ. ശമന രകൽ കടകക്ഷസി ജർമ്മനിയിലൊക്കെ വന്നത് വലിയ പ്രതീക്ഷയോടെ, കണക്കൂട്ടിൽ തെറ്റിച്ച് ഇരുത്തിക്കളഞ്ഞല്ലേ. ഒറ്റ ടെസ്റ്റിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 16 പ്രാവശ്യം എഴുതി RNന്റെ എക്സാം. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഇനിയും നീ ഇരുന്നു പോകത്തില്ല, ഇനി നീ എഴുന്നേക്കും. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുക, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇരുന്നു പോയതിനെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? എഴുന്നേൽപ്പിക്കാൻ പോവാ. ഒന്ന് വിശ്വസിച്ചു. ശബന രകൽ കടകക്ഷസി ദുരാരക. ജീവിതത്തിന് നേരെ നടക്കുന്ന സർക്കിളുകൾ. ഒരു വാക്യം ഒന്ന് വായിച്ചു. സഭാപ്രസംഗയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. സഭാപ്രസംഗയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ജീവിതത്തിൽ നടക്കുന്ന ചില സൈക്കിളുകൾ, ജീവിതത്തിൽ നടക്കുന്ന ചില സീസണുകൾ ഒന്ന് വായിച്ചേ. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച ആ വാക്യം. ഉണ്ടാകുവാൻ, ഒന്നുകൂടെ പറഞ്ഞേ. ഉണ്ടാകുവാനിരുന്നത് ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. കണ്ടോ? ഇവിടെ പറയാ, പുതുതായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. പുതുതായിട്ടൊന്നും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. എന്താ നടക്കുന്നത്? ഉണ്ടായിരുന്നത് വീണ്ടും ഉണ്ടാകും. സ്തോത്രം. ചെയ്തു കഴിഞ്ഞത് വീണ്ടും പിന്നെയും ചെയ്യേണ്ടി വരും. സൂര്യന് കീഴിൽ പുതുതായിട്ട് വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? മെഴുകുതിരി കത്തിച്ചിട്ടല്ല നോക്കുന്നത്, ടോർച്ച് കത്തിച്ചല്ല നോക്കുന്നത്. ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് ലൈറ്റ്, സൂര്യന്റെ വെട്ടം. സൂര്യന്റെ വെട്ടത്തിൽ ജീവിതത്തെ നോക്കിയിട്ടും പുതുതായിട്ടൊന്നും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. കുറച്ച് റിപ്പീറ്റേഷൻസ് അല്ലാതെ ജീവിതത്തിൽ പുതിയതൊന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിന്നോടൊരു ദൂത് പറയാം. യെശയ്യാവ് 43:18. യെശയ്യാവ് 43:18. ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്തോ ചെയ്യാൻ പോകുന്നത്? യെശയ്യാവ് 43:18. പണ്ടുള്ളതിനെ മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? സൂര്യവെട്ടത്തിൽ നിന്ന് നോക്കിയിട്ടും ജീവിതത്തിലൊന്നും നടക്കാതെ, സെയിം സ്ട്രഗിൾസ്, സെയിം ഫിനാൻഷ്യൽ ക്രൈസിസ്, സെയിം ഫാമിലി ഇഷ്യൂസ്, സെയിം ഇമോഷണൽ പെയിൻസ്, സെയിം. പക്ഷേ അത് കേരളത്തിൽ നിന്നപ്പോഴും ഇത് തന്നെ, ജർമ്മനി ചെന്നപ്പോഴും ഇത് തന്നെ, ലോകത്തിൽ എവിടെ പോയി പാർത്താലും ഇത് തന്നെ. ജീവിതത്തിലൊന്നും പുതുതായി നടക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുക, നിന്റെ ജീവിതത്തെ ദൈവം തൊടും. ഈ ഉപവാസ പ്രാർത്ഥന നിന്നെ ദൈവം തൊടും. ശബന രകൽ കടകക്ഷി. സെയിം സർക്കിൾ നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി ചില സർക്കിളുകളെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? ഇടിച്ചു കളയാൻ പോവാ. ദൈവം അതിനെ ഇന്ന് രാത്രി കയറി ഇടിക്കുന്ന രാത്രിയാ ദൈവമക്കളെ. ഇത് ധൈര്യത്തോടെ വിശ്വസിച്ചോണം. കർത്താവിൻ്റെ ആത്മാവിന് നിന്റെ വീടിനകത്ത് ഒരു അത്ഭുതം ചെയ്യാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ തൊടും. ദൈവം നിന്നെ തൊടും. ഹല്ലേലൂയ. എന്താണോ നിന്റെ വീടിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നത്, ആ സർക്കിള്, ഈ ഏറ്റവും വലിയൊരു സർക്കിൾ കണ്ടിന്യൂ ചെയ്തൊരു മനുഷ്യനെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം.
38 വർഷമായിട്ട് സെയിം സർക്കിള്. ഹല്ലേലൂയ. അവന് എല്ലാ ദിവസവും കെയിം ടു ദ പൂൾ. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൂളിനെടുക്ക് വരുന്നുണ്ട്. വെയിറ്റഡ്. അത് മാത്രമാണോ? മിസ്ഡ് ദ മിറക്കിൾ. അത്ഭുതം അവന് മിസ്സായിക്കൊണ്ടിരിക്കുക. റിട്ടേൺ ആഫ്റ്റർ ദിസ്. ഇതെല്ലാം കഴിഞ്ഞേച്ച് വലിയ ഡിസപ്പോയിൻമെന്റോട് അവൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. ജീവിതത്തിൽ സെയിം സർക്കിളുകൾ ആവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി അവന് എക്സ്ക്യൂസസ് പലതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുന്നതിന് എക്സ്ക്യൂസസ് പലതുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എടാ, നിന്റെ ഈ പ്രതിസന്ധിയെ ഇന്ന് രാത്രി കർത്താവ് ഹിറ്റ് ചെയ്യും. ഞാൻ ആ വാക്കാ ഉപയോഗിക്കാൻ പോകുന്നത്. ശബന രകൽ കടക. 38 വർഷമായിട്ട് നിന്നെ ഇട്ട് കറക്കുന്ന ഈ പ്രതിസന്ധിയെ എൻ്റെ സ്വർഗം കയറി ഹിറ്റ് ചെയ്യുന്ന രാത്രിയായത്. ഇനി നിന്നെ ഇരുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ഉറപ്പുള്ളവരൊക്കെ സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ശബന റമനാഥനാഥ രക്ഷസി ഉട്ടബന രകക്ഷയിടാരക. ഒരു കാര്യം നീ ഓർത്തോണം, നോ ഏഞ്ചൽ മൂവ്ഡ്. ഒരു ദൂതനും അവിടെ ചലിച്ചില്ല. നോ സീസൺ ചേഞ്ച്ഡ്, നോ വാട്ടർ ചേഞ്ച്ഡ്. ഒരു വെള്ളവും ചേഞ്ച് ചെയ്തില്ല, ഒരു കുളവും ഒരു ദൂതനും ചലിച്ചില്ല. കർത്താവ് കയറി ഹിറ്റ് ചെയ്താ ഉണ്ടല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബാരാധ. നിന്റെ ലൈഫിലെ ഇമോഷണൽ സർക്കിൾസ് ദൈവം മാറ്റും. ജനറേഷണൽ സർക്കിൾസ് ദൈവം മാറ്റും. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സർക്കിൾസ് ദൈവം മാറ്റും. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, ദൈവം നിന്നെ കംപ്ലീറ്റ് ആയ ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരും. ഇമോഷണൽ സർക്കിൾസ് പോലെ തന്നെ ജനറേഷണൽ സർക്കിൾസ് ഉണ്ട്. ഞാനിത് പറയുന്നത്, ഇന്ന് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നവരെ അപ്പനും അമ്മയും 3 പിള്ളേർ, 3 മക്കളും 3 രാജ്യത്ത്, 3 മക്കൾക്കും തലമുറകളില്ല. സർക്കിളുകൾ ആവർത്തിക്കപ്പെടുക, സർക്കിളുകൾ ആവർത്തിക്കപ്പെടുക. ഇരുന്നു പോയി. പക്ഷെ ഇന്ന് രാത്രി നിന്നെ ദൈവം തൊടും. ഞാൻ ചുമ്മാ അവിടെ ഇവിടെ കണ്ടതല്ല പ്രസംഗിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ലൈഫിൽ വരുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ദൈവരക്ഷസി, ദൈവം നിന്റെ ലൈഫിനെ തൊടും. ഒരു സ്പർശനം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. കുഞ്ഞെ, നീ ഏത് രാജ്യത്ത് എന്നാലും രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം എന്നാ? ഒരു സർക്കിൾ നിന്റെ മേൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടുക. ഇന്ന് രാത്രി ആ സർക്കിളിനെ ദൈവം മാറ്റും. തകർച്ചയിൽ ഇരുന്നു പോകേണ്ട കുടുംബം അല്ല നിന്റെ കുടുംബം. ഈ അതെ, ശൂദലേഖന്റെ കുടുംബം, ഏസർ വലേത്തയും എല്ലാം ഇരുന്നു പോയ ചരിത്രങ്ങളാണ്. ബെരിയാമിൻ്റെ പേര് തന്നെ അനർത്ഥമെന്ന്. പക്ഷെ ബെരിയാമിൻ്റെ വീടിനെ ദൈവം തൊടുക. ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം 24-ാം വാക്യമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. ബെരിയാവ് അവൻ്റെ മകൾ ശേര, അല്ലേ? അടുത്ത വാക്യം പറയുന്നത് എന്താ ബ്രദറെ? അവളത്രേ താഴത്തെയും മേലത്തെയും ബെത്ഹോരേനും ഉസ്സേൽ ശേരയും പണിതത്. സാധാരണ യഹൂദന്റെ ചരിത്രം ആമ്പിള്ളാരുടെ ചരിത്രം എഴുതാറുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പെൺകൊച്ചിന്റെ ചരിത്രം എഴുതുക. അവൾ എന്തോ പണിതു പറയച്ചാ. അവള് ചിലത് പണിതു. ആരുടെ പേര് പണിതു? അവിടെ പേര് പണിതു. നിന്റെ തലമുറ പൊളിക്കുന്ന തലമുറയല്ല, നിന്റെ തലമുറ പണിയുന്ന തലമുറയാ. നീ ആപത്തിന് പ്രസവിച്ചതല്ല. നിന്റെ തലമുറ ചിലത് പണിയും. സ്വന്തം പേരിൽ ചിലത് പണിയും. പേര് ദോഷം കേൾപ്പിക്കുന്ന തലമുറയല്ല. ഹല്ലേലൂയ. വിശ്വസിച്ച് തുടങ്ങിക്കൂ. പേര് ദോഷം കേൾപ്പിക്കുന്ന തലമുറയല്ല, പണിയുന്ന ഒരു തലമുറ. ഈ രാത്രി ഉറപ്പുള്ള ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ധൈര്യത്തോടെ പറ, എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൽ പ്രസിദ്ധരാകും. എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരാകും. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ തലമുറയെ സ്വാധീനിക്കുന്ന ദൈവമനുഷ്യരാകും. എൻ്റെ കുഞ്ഞുങ്ങൾ തിന്മയ്ക്ക് അജ്ഞാനികളാകും. എൻ്റെ കുഞ്ഞുങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളാകും. എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് ദൈവിക വെളിപ്പാട് കാണും. എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ കാതുകൊണ്ട് ദൈവശബ്ദം കേൾക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ നാവ്
സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായി മാറും. ശംദാരാബ രൂഢാരാബ റിക്കാരാധ റീവാരാധ ക്ഷൈഡാരാധ ൂഢരബരബ ക്ഷൈഡരബരബരബ ഷൈഡൽ കടകച്ചസി ഹത്തരാരബരബച്ചസി. സഹോദരങ്ങളെ വിശ്വസിക്ക്, മാറ്റിമൃതരെ വിശ്വസിക്ക്, ജയ്സ വിശ്വസിക്ക്. ദൈവത്തിന് ഓരോന്നിനെയും പണിയാനുണ്ട്. ദൈവം ഓരോന്നിനെയും തൊടും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓരോന്നിനെയും തൊടും. കർത്താവ് നിന്റെ തലമുറയെ തൊടും. കർത്താവ് നിന്റെ തലമുറയെ ഉപയോഗിക്കും. സ്തോത്രം. എഫ്രൈമിന്റെ ചരിത്രം ദൈവം മാറ്റാൻ തീരുമാനിച്ചു. എഫ്രൈമിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയപ്പം പുതിയതൊന്ന്. ഹോ, സൂര്യന് കീഴിൽ നോക്കിയിട്ട് എല്ലാം ആവർത്തിക്കപ്പെടുക, ഹിസ്റ്ററി ഇങ്ങനെ ആവർത്തിക്കപ്പെടുക. പക്ഷേ പ്രവാചകൻ പറയാ അങ്ങനൊന്നും അല്ല. ദൈവം ഒരുത്തനെ തൊട്ടാൽ പുതിയതൊന്ന് സംഭവിക്കും. എൻ്റെ വീട് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു വീടായിരുന്നു. പക്ഷെ എൻ്റെ വീടിനെ ദൈവം തൊട്ടതാ. ചരിത്രമല്ലേ ആരംഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, എഫ്രൈമിന്റെ മകൻ ബെരയാവ്, ബെരിയാവിന്റെ മകൻ രേഫഗ്, രേഫഗിന്റെ മകൻ രേശഫ്, രേശവിന്റെ മകൻ തേലഗ്, തേലഗിന്റെ മകൻ തഹൻ, തഹന്റെ മകൻ ലാദൻ, ലാദന്റെ മകൻ അമ്മീഹൂദ്, അമ്മീഹൂദിന്റെ മകൻ ഏലിശാമ, ഏലിശാമയുടെ മകനായിട്ട് 9ാമത്തെ തലമുറയിൽ നൂൻ ജനിക്കുക. നൂന്റെ കാലവും അവരടിമത്വത്തിലാണ് കിടക്കുന്നത്. നൂനൊരു കുടുംബജീവിതം ഉണ്ടാകുന്നു. നൂനുണ്ടായ കുഞ്ഞിന് നൂൻ പേരിടുന്നു. എന്താ പേരിടുന്നത്? സംഖ്യ 13:8 ഹോശയ. പേരിന്റെ അർത്ഥം രക്ഷ. ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. നിന്നെ നോക്കി നിന്റെ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ട്. ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. ഇവിടെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും. സ്തോത്രം. ഇവിടെ കാലത്തെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടും. മോശ പറഞ്ഞു, ചുമ്മാതൊന്നും രക്ഷപ്പെടത്തില്ല. സംഖ്യ 13:16 മോശ എന്തോ എടുത്തെന്നറിയോ? അവന്റെ പേര് മാറ്റി യോശുവ നിട്ടു. പേരിന്റെ അർത്ഥം എന്താ? യഹോവ രക്ഷകൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിന്റെ സങ്കേത. എന്നിട്ട് മോശ എന്നെ എടുത്തു, ഒറ്റ കാര്യം ചെയ്തു. ആവർത്തനം 34:9 നൂന്റെ മകനായി യോശുവയെ മോശ കൈവച്ചനുഗ്രഹിച്ചത് കൊണ്ട്. എടാ, 10 തലമുറയ്ക്ക് മുമ്പ് നിന്റെ വല്യപ്പൻ കൈവച്ചിട്ടും വന്നത് ശാപമാ. പക്ഷേ ദൈവത്തിന്റെ ദാസൻ കൈവച്ചാൽ, ദൈവം കൈവച്ചാൽ, ഹല്ലേലൂയ. ഈ വലിയ മിടുക്കന്മാരൊക്കെ യോഗം കഴിയുമ്പോഴത്തേനും ഓടി അങ്ങ് പോവും. പക്ഷെ കുറച്ച് പാവങ്ങളുണ്ട്. ആ യോഗം കഴിഞ്ഞേച്ച് പാസ്റ്റർ എടുക്ക വന്ന് തലയെ കൈവപ്പിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിക്കും. ഞാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 33 വർഷമായി. ഈ 33 വർഷത്തെ ശുശ്രൂഷാനുഭവത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, നിരന്തരമായി മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ചില പാവങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തൊടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ദൈവവേദനേ, മിടുക്കുകൾ ചോടിപ്പോകരുത്. ഈ ഒരു കൂട്ടായ്മയുടെ അകത്ത് എപ്പോഴേലും ഒരു അവസരം കിട്ടുകയാണ്, അഭിഷക്തനെ കൊണ്ട് നീ പ്രാർത്ഥിപ്പിക്കണം. ദൈവത്തിന്റെ ദാസൻ കൈവച്ച് അനുഗ്രഹിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ ആത്മപൂർണനായി. അത് മാത്രമാണോ? യോശുവ 4:14 എന്താ സംഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിൽ ദൈവ യോശുവയെ ആരാക്കി മാറ്റി? വലിയവനാക്കി മാറ്റി. നീ ചെറിയവനാകത്തില്ല, നീ ഇരുന്നു പോകത്തില്ല. നിന്നെ നോക്കുന്ന സകല കണ്ണുകളുടെ മുമ്പിൽ എനിക്ക് ജർമ്മനിയിലെ സഭയിലെ ഓരോ ദൈവമക്കളെയും പരിചയമാണ്.
ഇനി ലോകത്തിൽ എത്ര യാത്ര ചെയ്താലും അനീഷ് തോമസ് പാസ്റ്റർ ജർമ്മനിയിലെ സഭയെ മറക്കത്തില്ല. കാരണം എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് നടന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞാൻ പിന്നെ എത്ര യാത്ര ചെയ്തു, ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി, എത്രയോ വർഷമായിട്ട് ഇരുന്നു പോയ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ബ്രേക്ക് ത്രൂവിലേക്ക് അവിടോട്ട് നയിച്ചേ. ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ ഇരുന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്വർഗം നിന്നെ തൊടുന്ന രാത്രിയായത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ദൈവം നിന്നെ തൊടുക. ഷബന റബന, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. എടാ, ക്രൂശെ കടന്നവനെ തൊട്ടേച്ച് പറഞ്ഞില്ലേ? ക്രൂശെ കടന്നവനോട് പറഞ്ഞില്ലേ ഇനി എനിക്ക് വല്ല പ്രതീക്ഷ കൊണ്ടോന്ന് ചോദിച്ചപ്പോൾ സ്വർഗം പറഞ്ഞില്ലേ, യു ആർ നോട്ട് ലേറ്റ്, യു ആർ നോട്ട് ലോസ്റ്റ്. നീ താമസിച്ചിട്ടില്ലടാ, നീ നഷ്ടപ്പെട്ടിട്ടുമില്ല. ദൂടാരാബാര, നീ താമസിച്ചിട്ടില്ല, നീ നഷ്ടപ്പെട്ടിട്ടുമില്ല. ഞാൻ നിന്നെ ഇരുത്തും. എവിടെ ഇരുത്തും? ഞാൻ ഇരിക്കുന്ന പർദീസയിൽ നിന്നെ ഇരുത്തും. മഹാപ്രപഞ്ചത്തിന്റെ വലിപ്പമൊന്നും ആരും കണക്ക് കൂട്ടിയിട്ടില്ല. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതാണ്. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ്. ഇതിനകത്തൊരു സൂര്യൻ നിൽപ്പുണ്ട് ഭൂമിയുടെ തൊട്ടടുത്ത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 8,64,000 മൈല. അതിനുശേഷം പ്രോക്സിമ സെഞ്ചുറി, ഒരു നക്ഷത്ര അല്ലേ, 4.25 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്ത്. പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ, പിന്നെ മിൽക്കി വേ, പിന്നെ ഗാലക്സി. അയ്യോ, എന്തുവാ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകൾ! 1.5 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടെ പൂച്ചെടികൾ, 4,000-നും 5,000-ത്തിനും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയെല്ലാം ഉളവാകട്ടെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരു മഹാദൈവം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യൻ, 9.5 കോടി മൈൽ അപ്പുറത്ത്. ഭൂമിയിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും സ്പീഡുള്ള വാഹനം നിങ്ങൾക്കറിയാം. ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത് മനുഷ്യൻ ചിട്ടപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് സ്പേസ് എന്ന്. ആ സ്പേസിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും സ്പേസിലോട്ട് കൊണ്ടുപോകുവാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്. എന്താ അതിൻ്റെ പേര്? സ്പേസ് ഷട്ടിൽ അല്ലേ? ആ സ്പേസ് ഷട്ടിലിൻ്റെ വേഗത എന്ന് പറയുന്നത് സ്പേസ് ഷട്ടിലിൻ്റെ വേഗത എന്ന് പറയുന്നത് ഈ 17,000 മുതൽ 27,000 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. 175 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് 27,000 കിലോമീറ്റർ വേഗതയിൽ വരുന്ന സ്പേസ് ഷട്ടിലേൽ 4 പേര് പോന്നിട്ട് അവർ ഫ്ലോറിഡയിലെ കടലിൽ ഇറങ്ങാൻ എടുത്ത സമയം എത്രയാണെന്നറിയോ? 17 മണിക്കൂർ. അപ്പം ഞാൻ ഓർക്കുക, ഈ സാധനത്തിൽ നമ്മൾ അങ്ങ് സൂര്യനിൽ പോയാൽ എത്ര നാൾ കൊണ്ട് അവിടെ ചെല്ലും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ എത്ര നാളെടുക്കും പ്രിയപ്പെട്ടവരെ? പൗലോസിനോടൊക്കെ ചോദിച്ചാൽ പൗലോസ് പറയും, നമ്മുടെ ഉയർപ്പെന്നൊക്കെ പറയുന്നത് എന്തോ സംഭവമാണ്. നിങ്ങൾ ഒരിക്കലും നീ ചിന്തിച്ചിട്ടുണ്ടോ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് അങ്ങ് ഉയർക്കും. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടെ, കണ്ണൊന്ന് ചിമ്മുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടുവന്നു. അപ്പം എന്തുവാ ദൈവത്തിന് സ്തോത്രം! നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്വം എന്തോ അത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല. ക്രൂശയിൽ ഒതുങ്ങിപ്പോയവര് പോലും പർദീസ ഒരുക്കിയ ദൈവമാ നമ്മുടെ ദൈവമെങ്കിൽ ഇരുന്നു പോയ നിന്നോട് ദൈവത്തിനൊരു ദൂതുണ്ട്. നീ എഴുന്നേക്ക്, നീ ചിലത് കടക്ക്. ഇന്നലെ വരെ കടക്കാൻ പറ്റാതെ നിന്ന ചില ബൗണ്ടറീസ്, ഇന്നലെ വരെ കടക്കാൻ പറ്റാതിരുന്ന കുറച്ച് സ്ട്രോങ് ഹോൾസ്, ഇന്നലെ വരെ കടക്കാൻ പറ്റാതിരുന്ന ചില പ്രതിസന്ധികൾ, ഇന്ന് രാത്രി നീ അതിനെ കടക്ക. കടന്നാൽ മാത്രം പോരാ, നീ ചിലതിനെ അവകാശമാക്കണം. എന്തിനെ അവകാശമാക്കണം?
എന്ന് നീ യോർദാന്റെ ബൗണ്ടറിയെ ബ്രേക്കപ്പ് ചെയ്യുവോ, എന്ന് നീ യോർദാന്റെ ബൗണ്ടറിയെ കടക്കുവോ, അന്ന് നീ അവകാശമാക്കേണ്ട ഒന്നുണ്ട്. ഞാൻ ഈ ചർച്ചിനോടാണ് ഇനി ദൂത് പറയുന്നത്. നിന്നെക്കുറിച്ച് അവരും പലതും പറയും. സ്വത്രം ബദൽ ഫാമിലിയെക്കുറിച്ച് ഒത്തിരി പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയും. പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. നീ ചിലതിനെ കടക്കണം. നീ കടന്നാൽ മാത്രം പോരാ, നീ ചിലതിനെ അവകാശമാക്കണം. എന്തിനാ? ആവർത്തനം 9:1, നീ എന്ന് യോർദാൻ കടക്കുവോ അന്ന് നീ അവകാശമാക്കേണ്ട ഒരു ജാതിയുണ്ട്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മതിലുള്ള ഒരു പട്ടണം. എന്താ അതിൻ്റെ പേര്? അനാക്യർ. ഈ അനാക്യന്റെ ശരീരഭാഷ വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ആവർത്തനം 2:10, ആവർത്തനം 2:21, ആവർത്തനം 9:2. ഈ വാക്യങ്ങളിലെല്ലാം അനാക്യന്റെ പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത്. ഈ ആരാ അനാക്യര്? ഒന്ന് വായിച്ചു നോക്കിക്കേ. ആമോസിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ആമോസിന്റെ പ്രവചനം 6-ാം അധ്യായം 2-ാം വാക്യം. ആമോസ് 6:2. നിങ്ങൾ കൽപ്പനയ്ക്ക് ചെന്ന് നോക്കുവിൻ, അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ, ഫെലിസ്ത്യരുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ? അവയുടെ കണ്ടോ? അപ്പൊ നോക്കി, അവിടെ എഴുതിക്കുന്നുണ്ടോ? നിങ്ങൾ കൽനയ്ക്ക് ചെല്ലുവീൻ, അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് ചെല്ലുവീൻ, ഫെലിസ്ത്യരുടെ ഗത്ത്. അപ്പം ഫെലിസ്ത്യര് താമസിക്കുന്ന ഒരു പട്ടണമാണ് ഏത്? അനാക്ക്. അനാക്യരെന്ന് പറഞ്ഞ ആരാന്ന് മനസ്സിലായോ? ഇനിയും നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം കൂടെ ഞാൻ പറയാം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഗത്ത്, ഗത്യർ, ഗസത്യർ, ഗസാത്യർ, അസ്തോദ്യർ, അസ്കല്ലോനിയർ, ഗിത്യൻ, എക്രോനിയൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും. അപ്പോ 5 ഫെലിസ്ത്യ പട്ടണങ്ങളാ. ഗത്യർ, ഗസാത്യർ, അസ്കലോനിയർ, എക്രോനിയർ. അപ്പം ഫെലിസ്ത്യര് താമസിക്കുന്ന പട്ടണമായത് അനാക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 11:21, 21, 22 വായിക്കണം. 21 വായിച്ചു നോക്കിക്കേ ആദ്യം. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദേബിർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേല്യ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോട് കൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസ്സായിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല. കണ്ടോ? യോശുവ ചെന്നേച്ച് അവരെ നിർമൂലമാക്കി, പട്ടണങ്ങളോടും കൂടെ. ആരെയൊക്കെ? സ്വത്രം അനാക്യരെ. എവിടെ നിന്നെല്ലാം? ഇസ്രായേൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം. അവരെവിടെ പോയി താമസിച്ചു? 22-ാം വാക്യം. ഗസയിലും അസ്തോദിലും ദബീറിലും അല്ലാതെ ഒരിടത്തും ശേഷിച്ചില്ല. അപ്പം അനാക്യരാധിപത്യം സ്ഥാപിച്ച ഒരു സ്ഥലമായിരുന്നു ഗത്ത്. ഈ ഗത്യരാണ് 10 തലമുറയ്ക്കപ്പുറത്ത് ആരെ കൊന്നുകളഞ്ഞത്? എഫ്രീമിന്റെ മക്കളെ കൊന്നുകളഞ്ഞത്, അല്ലേ? ആരെയൊക്കെ? യേസറിനെയും എലേഥയും. പക്ഷേ ഒരുത്തന്റെ മേൽ ദൈവിക സ്പർശനം ഉണ്ടായപ്പോൾ
10 തലമുറയ്ക്കപ്പുറത്ത് പിതാക്കന്മാരുടെ അവകാശത്തെ മുടിച്ചു കളഞ്ഞ ആ ആധിപത്യത്തെ അവൻ എന്ത് ചെയ്തു? നിർമൂലമാക്കി. ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്നോടൊരു ദൂതുണ്ട്. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ടച്ച് വരുക. ദൈവം നിന്നെ സ്പർശിച്ചാൽ ടച്ച് ട്രാൻസ്ഫോംസ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തെ സ്വർഗത്തിന്റെ സ്പർശനം പരിവർത്തിക്കും. ബൈബിളിൽ എവിടൊക്കെ സ്പർശനം സംഭവിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പരിവർത്തനം നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്ക് പറയാനൊരു ദൂതുണ്ട്. 10 തലമുറയ്ക്ക് മുമ്പ് പിതാക്കന്മാരുടെ അവകാശത്തെ മുടിച്ച് കണ്ണീരും കൈയുമാക്കി ഇരുത്തിക്കളഞ്ഞ നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി സ്വർഗം സ്പർശിക്കും. ഇന്ന് രാത്രി ദൈവം സ്പർശിക്കും. ദൈവം നിന്നെ സ്പർശിക്കുമെന്ന് മാത്രമല്ല, ഈ രാത്രി നീ എഴുന്നേറ്റ് വരാൻ പോവാ. സ്വർഗം നിന്റെ മേലൊരു എഴുന്നേറ്റ് പ്രകാശിക്ക്. നിന്റെ മേലൊരു പ്രകാശം ഉദിച്ചിരിക്കുക. അതിപ്പോ തന്നെ ആരംഭിക്കുക. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് രാത്രി സംഭവിക്കുക. ബഥേൽ ഫാമിലിയോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക. ഗത്യരെ തകർത്തു. ഗസാത്യർ, അസ്കലോനിയർ, അസ്തോദിയർ. ഈ അസ്തോദ് എന്നൊക്കെ പറയുന്നത് ഫിലിസ്തീന് താമസിക്കുന്ന പട്ടണമാണ്. അസ്തോദിലാ ദൈവത്തിന്റെ പെട്ടകം കൊണ്ട് വെച്ചത്. പെട്ടകത്തിന്റെ മുമ്പിൽ ദാഗോൻ വീണു. അവരെന്തോ എടുത്തെന്നറിയാമോ? വീണ ദാഗോനെ പുനഃപ്രതിഷ്ഠ ചെയ്തു വെച്ചു. പിറ്റേ ദിവസം അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണ് വീണ് കിടക്കുന്നത് അവർ കണ്ടു. വീണ്ടും അവരവനെ അവന്റെ തലയും കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു, അല്ലേ? അപ്പൊ പുനഃപ്രതിഷ്ഠ ചെയ്ത ശക്തിയൊക്കെ മുറിഞ്ഞു. പക്ഷെ തലയും കൈപ്പത്തിയേ പോയുള്ളൂ. കാലിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഈ കാല് ഒരു മത്സ്യകന്യകയാന്നാ പറയുന്നത് ദാഗോൻ. എന്താന്നേലും കൊള്ളാം. ഈ ഒരു തടസ്സമാണ്. ആ തടസ്സം നിൽക്കുന്ന അസ്തോദിലോട്ടാണ് പീലിപ്പോസിനെ ദൈവം അയച്ചത്. പീലിപ്പോസിനെ ദൈവം എങ്ങനെ അയച്ചത്? ആത്മാവ് അവനെ എന്ത് ചെയ്തുകൊണ്ട് പോയി? പറ പ്രിയപ്പെട്ടവരെ, എടുത്തോണ്ട് പോയി. ഇന്ന് രാത്രി ജർമ്മനിയിലെ ദൈവപ്രവർത്തിക്കെതിരെ എന്തൊക്കെ തടസ്സം നിപ്പുണ്ടെങ്കിലും നിന്നെ ഇന്ന് രാത്രി സ്വർഗം കയ്യിലെടുത്തോണ്ട് പോകും. നെടുകയും കുറുകയും ദൈവം നിന്നെ കൂട്ടിക്കും. പ്രത്യേകിച്ചും ഓരോ ലോക്കൽ ചർച്ചിനെ മിനിസ്റ്റർ ചെയ്യുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയുക, നീ തടസ്സത്തെ തട്ടിത്തെറിപ്പിച്ച് ആത്മാവിൽ എഴുന്നേൽക്കേണ്ട ദൈവ മനുഷ്യനാ. ഇനി നീ ഇരിക്കരുത്. ഇന്ന് രാത്രി നീ എഴുന്നേറ്റോണം. അത് ബെർലിനിലാണേലും കൊള്ളാം, ഫ്രാങ്ക്ഫർട്ടിലാണേലും കൊള്ളാം, ഏത് സ്ഥലത്താ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നതെങ്കിലും തടസ്സാന്നും പറഞ്ഞ് ഒതുങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി നീ എഴുന്നേറ്റോണം. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായത്. ഉടവം വരവരവക്ഷയുടെ ഭയങ്കര ഒരു ആരാധനയുടെ അന്തരീക്ഷം ഇന്ന് രാത്രി സ്വർഗം എൻ്റെ മേൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അസാധാരണമായ ഒരു ആരാധനയുടെ അന്തരീക്ഷം. ആസയിലും ബഥൂനിലും നിൽക്കേണ്ട, മക്കതോനിക്ക് പോന്ന് പറഞ്ഞ് മക്കതോനിയക്കാരനായ ഒരു പുരുഷൻ നിർബന്ധിച്ചത് കൊണ്ട് മക്കതോനിയിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫിലിപ്പിയിലെത്തി. ഫിലിപ്പിയെ പ്രസംഗിച്ചു. പക്ഷേ അവരെ ഇരുത്തിക്കളഞ്ഞു. എവിടാ ഇരുത്തിയത്? കാരാഗ്രഹത്തിൽ. ഇല്ല, ദൈവം നിന്നെ വിളിച്ചത് റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നു പോകാനല്ല. ദൈവം നിന്നെ വിളിച്ചത് ഇല്ലെന്ന്, നീ ഒരു പദ്ധതിക്കകത്ത് ഇരുന്നു പോകത്തില്ല ബ്രദറെ. ദൈവം നിന്നെ ഇന്ന് രാത്രി തൊടുക. ഷാബാരാധാര ഒരു ടെസ്റ്റിനകത്ത് നീ ഇരുന്നു പോകത്തില്ല. നിന്നെ ഇന്ന് രാത്രി ദൈവം, എടാ നീ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പെട്ടെന്ന് ദൈവം ഒരു ഭൂകമ്പം അയക്കും. നീ ഇരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കിയേച്ച് നിന്നെ പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു ഭൂകമ്പം. ഹല്ലേലൂയ. ഉടവം വരവം ജഗനം ദിഗനം വരവ ക്ഷപര റിവര രഗര ദൂര രഗര ആദരവൈഡ കടകനദിഗന പ്രൗഢപരന്തര വേദിക്കട്ട് ശംധമ്മനയം മനകച്ചകനം ചൂടമ്പത്തം വർത്തക്കട്ടം ഊടാരവര വൈഡാരവര റീവരവേദേ വൈഡപ്രൗഢ. അല്ലേ, ഒത്തിരി കുഞ്ഞുങ്ങളെ ദൈവം ഇന്ന് രാത്രി തൊടുന്നത് എനിക്കറിയാം.
ഇരുന്നു പോയ ചിലതിനെ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, 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 നിവർത്തുന്നു. ദൂടാരാബാര. ഈ ദിവസങ്ങളിൽ ദൈവം എൻ്റെ കൈ തന്നിരിക്കുന്ന ഒരു ദൂതായത്. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞു, ഇത് സഭ ഇരിക്കേണ്ട കാലമല്ല, എഴുന്നേക്കേണ്ട കാലമായത്. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദീപം പരകച്ചകര പ്രൗഢാരമന ഊടാര. എടാ, സൂര്യഘട്ടത്തിൽ നോക്കിയിട്ടും നിന്റെ ലൈഫിൽ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിക്കളയുന്ന റിപ്പീറ്റേഷൻസ്, റിപ്പീറ്റിംഗ് സർക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കരിഞ്ഞു മാറട്ടെ. സ്വർഗം ആരംഭിക്കുന്ന ചില പദ്ധതികൾ. ഓ റൂഢാരാമ. ചിലര് ആശുപത്രിക്ക് അങ്ങ് പേറ്റന്റ് എടുത്തിരിക്കുക. ആശുപത്രി, എല്ലാ ദിവസവും ആശുപത്രി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുക. ചിലരുടെ ലൈഫ് ഫൈനകത്ത് മാത്രം ഒതുങ്ങുന്നതാ. എത്ര നീ അധ്വാനിച്ചുകൊണ്ട് വന്നാലും അവസാനിക്കുന്നത് ഫൈനലാ. ഇന്ന് രാത്രി നിന്റെ ലൈഫിനെ ദൈവം തൊടുക. സ്വർഗമേ, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ ജനത്തിൻ്റെ മേലെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രാത്രി തന്നെ അങ്ങയുടെ പ്രവൃത്തി അങ്ങയുടെ ജനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. അങ്ങയുടെ ജന സ്വതന്ത്രരാകട്ടെ, അങ്ങയുടെ ജന ശക്തരാകട്ടെ, അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. അങ്ങയുടെ ജനം വാഗ്ദത്ത നിവർത്തി അനുഭവിക്കട്ടെ. യെസ്, നമ്മുടെ പ്രത്യാശ അത് തന്നെയാണ്. നമ്മൾ എഴുന്നേക്കും എന്നാ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്കും. We are not listening for us, we are waiting for a sound. We are waiting for a sound. ഒരു സ്വരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഒരു ഭക്തനായ ദൈവദാസൻ പറഞ്ഞ വരികൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ സൈൻസ്, ഐ എം വെയിറ്റിംഗ് ഫോർ എ സൗണ്ട്. ഞാൻ അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, ഞാനൊരു സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്നെ ഉയർപ്പിക്കുന്ന ഒരു സ്വരം, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വരം എന്നെ ഉയർപ്പിക്കും. വിൺ ശരീരത്തോട് കൈക്കൊള്ളുവേഴേ മഹത്വത്തിൽ എഴുന്നേക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. കല്ലറകൾ തുറന്ന് കോടാകോടി വിശുദ്ധന്മാർ എഴുന്നേക്കുന്ന ഒരു ദിവസം എൻ്റെ പ്രത്യാശയാണ്. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും വ്യർത്ഥമല്ല, അത് നിശ്ചയം. വേഗം കാണും എൻ്റെ മണവാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം ഞാൻ കണ്ടിടും. ഉയർപ്പിന് സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പൊൻകിരിയുടെ കൂട്ടത്തിൽ എൻ്റെ പേരും വിളിക്കുന്ന നേരത്തിൽ ഞാൻ ഉയർക്കും, ഞാൻ എഴുന്നേക്കും. പ്രത്യാശയുള്ള ദൈവമക്കൾ ചേർന്ന് പറ, ഞാൻ ഉയർക്കും, ഞാൻ എഴുന്നേക്കും. ഉയർപ്പ ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ രാത്രി പ്രത്യാശയോടെ നമുക്ക് ധൈര്യപ്പെടാം. എഴുന്നേക്ക്, ചിലതിനെ കൈവശമാക്ക്. അലയരുത്. ഇനി നീ അലയരുത്, ഇനി നീ അലയരുത്. നിന്റെ മരുഭൂവാസം കഴിയുക. നിന്നെ ദൈവം ചില വാഗ്ദത്ത നാട്ടിൽ ഉറപ്പിക്കുക. വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക. ഇനി നീ അലയരുത്, നിന്റെ മരുഭൂവാസം കഴിയുക. ദൈവം നിന്നെ ഉറപ്പിക്കുന്നു. ഇരുന്നു പോയ നിന്നെ സ്വർഗവിദോസങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നു. ഇരുന്നു പോയ നിന്റെ ജീവിതത്തെ സ്വർഗവിദോസങ്ങളിൽ വലിയൊരു പ്രവർത്തിക്കായി അഭിഷേകം ചെയ്യുന്നു. ദുരാരവൈഡൽ കടകച്ചസി ദുരാമനാദരാദരാദര. എന്തിനാ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നത്? സംഖ്യ 27:16 മുതലുള്ള വാക്യം. സംഖ്യ 27:16 മുതലുള്ള വാക്യം
യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുവരുവാനും ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. എന്തിനു വേണ്ടി? ചിലതിന് മുമ്പായി പോകാൻ, ചിലതിന് മുമ്പായി വരാൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. നീ ചിലതിനെ പുറത്തു കൊണ്ടുവരും. നീ ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂഢാവാരാരവച്ചൈഡൽ കടക. ദൈവം നിനക്ക് ചില അവകാശങ്ങൾ തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 7:27 ഒന്നതിന് വൃത്താന്തം. അവന്റെ മകൻ എലീശാമ, അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോശുവ അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും. എന്താ കാരണം? അതാ കാരണം. ദൈവം എഴുന്നേൽപ്പിച്ച് വിട്ടത് അങ്ങോട്ടാ വിട്ടത്. നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു വിട്ടത് അങ്ങോട്ടാ വിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, അടുത്തത് ഗസ്സയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും. നിനക്കൊരവകാശമുണ്ട്. ദൈവം നിന്നെ 4 സൈഡിലോട്ടും ദൈവദോഷങ്ങളിൽ എന്ത് ചെയ്യാൻ പോവാ? വർദ്ധിപ്പിക്കാൻ പോവാ. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ദൈവം നിന്നെ പെരുക്കും. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. വിശ്വാസത്തോട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കണം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവല്ലോ. ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇരുന്നു പോയ ചിലർ ഇന്ന് രാത്രി എഴുന്നേക്കട്ടെ. ഒറ്റ സ്പർശനം. ഏകാന്തതയുടെ പത്മോസിൽ ഇരുന്നവനെ എഴുന്നേൽപ്പിച്ച ദൈവമേ, ഇന്ന് രാത്രി ഒറ്റ സ്പർശനത്താൽ ഇവരെഴുന്നേക്കട്ടെ. ഇവരുടെ കുടുംബങ്ങൾ എഴുന്നേക്കട്ടെ. ഇവരുടെ തലമുറകൾ എഴുന്നേക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിവരെ സംഭവിക്കട്ടെ. കർത്താവ് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അവസരം ഒരുക്കിയതിൽ പ്രത്യേക നന്ദി. ഗോഡ് ബ്ലസ് യു.